Hey, so welcome back to the channel and welcome back to yet another video. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുന്ന സമയത്ത് വളരെ മിനിമലായിട്ട് അത്യാവശ്യം നല്ല ലോ കോസ്റ്റിൽ സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ലഗേജ് സെറ്റപ്പിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഹിമാലയന് മാത്രമല്ല, എൻ്റെ വണ്ടി ഹിമാലയൻ ആയതുകൊണ്ടാണ് ഞാൻ അതിൽ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വണ്ടി വേറെ ഏത് വണ്ടിയാണെങ്കിലും ഈ പറയുന്ന ഓപ്ഷൻസ് മിക്കതും നിങ്ങൾക്കും ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങളിപ്പോൾ ഒരു ഓൾ ഇന്ത്യ പോകുന്ന സമയത്ത് വളരെ സെക്യൂറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലഗേജ് സെറ്റപ്പിൻ്റെ കാര്യമൊന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓൾ ഇന്ത്യക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സെറ്റപ്പാണ്. ഇത് മോസ്റ്റ് സെക്യൂർ സെറ്റപ്പ് അല്ല, പക്ഷേ വളരെ മിനിമലായിട്ട് ചെറിയ കോസ്റ്റിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ലഗേജ് സെറ്റപ്പ് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളിപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നത്, നിങ്ങൾ ചാനലിലെ ബാക്കി വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നമ്മൾ ഹിമാലയന് പിന്നെ ഒരുപാട് ട്രാവൽ പോകുന്ന വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടൻറ്റൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്തായാലും ഒന്ന് കൺസിഡർ ചെയ്യുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. You must be lonely, but you could be crazy if you keep looking down. Don't you cry no more, even if I hate no more, even if I want more, you're here, you told me tears is in my. ഓക്കെ, ദ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഈ ഒരു ടാങ്ക് ബാഗാണ്. ഈ ഒരു സാധനം എന്ന് വെച്ചാൽ ചെറിയ റൈഡ് മുതൽ ഏറ്റവും വലിയ റൈഡ് വരെ ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിപ്പോൾ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിപ്പം മാഗ്നറ്റിക് ടാങ്ക് ബാഗാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഞാൻ ഇത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ടാങ്ക് മെറ്റാലിക് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ടാങ്ക് ബാഗ് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അപ്പോഴത്തേക്കിനും നമുക്കൊരു സ്ട്രാപ്സ് വരും. ആ സ്ട്രാപ്സ് ഇത് ഇവിടെ ഈ രണ്ട് പോർഷൻ കണ്ടില്ലേ, ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൂടെ കയറ്റി നമുക്ക് സ്ട്രാപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനുള്ളൊരു ഓപ്ഷനും ഈ ഒരു ടാങ്ക് ബാഗ് തരുന്നുണ്ട്. ഈ ടാങ്ക് ബാഗ് എന്ന് പറയുന്നത് നമ്മുടെ റൈനോക്സിൻ്റെ ഒപ്റ്റിമസ് എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 3750 റേഞ്ചിലാണ് വരുന്നത്. ഇത് റൈനോക്സിൻ ടാങ്ക് ബാഗ്സിൽ ഒരു മിഡ് റേഞ്ച് വോളിയത്തിലുള്ള ഒരു ടാങ്ക് ബാഗാണ്. ഇതിന് താഴെ ഒരെണ്ണമുണ്ട്, നാവിഗേറ്റർ എന്നാണ് തോന്നുന്നു പേര്, പുതിയ ഒരെണ്ണം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കൂടിയ ടാങ്ക് ബാഗ് ഉണ്ട്, ഒപ്റ്റിമസ് എന്ന് പറയുന്ന കുറച്ചുകൂടെ വോളിയം കൂടിയൊരു ടാങ്ക് ബാഗ് ഉണ്ട്. ഈ വോളിയം കൂടിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറച്ചുകൂടെ വലുതായിട്ട് നിൽക്കും, ബൾക്കി ആയിട്ട് നിൽക്കും. നമ്മൾ ഇരിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണല്ലോ നിൽക്കുന്നത്, കുറച്ചധികം ബൾക്കിയാവും. ഞാൻ ഇതെടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു നല്ലൊരു മിഡിൽ ഗ്രൗണ്ടാണ്. അപ്പം അത്യാവശ്യം സൈസും ഉണ്ട്, എന്നാൽ ഒരുപാട് വലുതുമല്ല. നമുക്ക് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വണ്ടി നാവിഗേറ്റ് ചെയ്യുന്ന സമയത്തോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു സൈസാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിൻ്റെ ഉള്ളിൽ ഇത് ഇങ്ങനെയാണ്. ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 21 ലിറ്റേഴ്സാണ് പറയുന്നത്. 21 ലിറ്റേഴ്സ് അൺഎക്സ്പാൻഡഡ് വോളിയം. അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ലഗേജ് കൂടുതലുണ്ടെങ്കിൽ ഈ ഒരു സിപ്പ് കണ്ടില്ലേ, ഈ സിപ്പ് നമുക്ക് തുറന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് വോളിയം എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ സൈസ് ഇതേ മൊത്തത്തിലൊന്ന് കൂടിയിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ഭാഗം കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ അൺഎക്സ്പാൻഡഡ് വോളിയമാണ് 21 ലിറ്റേഴ്സ്. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വോളിയം നമുക്ക് കൂടുതൽ കിട്ടും. ഭയങ്കര സിമ്പിളാണ് ഇതിനൊരു കമ്പാർട്ട്മെൻറ്റ് സ്റ്റൈലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ടാങ്ക് ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ വെച്ചിട്ട് നമുക്ക് ഈസിലി കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ നേരെ ഞാനിങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിബ് തുറന്നു കഴിഞ്ഞാൽ ഒരു വലിയ കമ്പാർട്ട്മെൻറ്റാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ കമ്പാർട്ട്മെൻറ്റ്. ഇതിനകത്ത് ഞാൻ പൊതുവെ ട്രാവൽ പോകുന്ന സമയത്ത് ലാപ്ടോപ്പ് വെക്കാറുണ്ട്, ക്യാമറ വെക്കാറുണ്ട്, പിന്നെ ഗോപ്രോയുടെ ചാർജറും കാര്യങ്ങളും ഒക്കെ മിക്കവാറും ഇതിൻ്റെ അകത്താണ് വെക്കാറുള്ളത്. പിന്നെ തുണിയും കാര്യങ്ങളും വെള്ളമൊക്കെ ചിലപ്പോൾ വെക്കാറുണ്ട്. പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഇവിടെയാണ് വെക്കാറുള്ളത്. പിന്നെ ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നെറ്റിട്ട സെക്ഷൻ കാണാം. ഈ ഒരു സെക്ഷനിലാണ് ഞാൻ മിക്കവാറും ചാർജേഴ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേബിൾ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും കുറച്ച് ലൂപ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ആയിട്ട്. പേനയും കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ അതും വെക്കാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതിങ്ങനത്തെ ഒരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് കമ്പാർട്ട്മെൻറ്റാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോണൊക്കെ നേരെ ഇങ്ങോട്ട് വെക്കാം. ഈ ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടാങ്ക് ബാഗിനകത്തൊരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ ഇതുവഴി കേബിൾ വെച്ചിട്ട് അകത്തേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫോൺ ഫുൾ ടൈം ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്കിപ്പോൾ മൊബൈൽ ഹോൾഡർ ഇല്ല എന്നുണ്ടെങ്കിൽ മാപ്പൊക്കെ ഇവിടെ വെച്ച് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ ടച്ച് സെൻസിറ്റീവ് ആണ്, അപ്പോൾ ഇതിൽ കൂടെ എനിക്ക് ടച്ച് ചെയ്ത് സ്ക്രീൻസൊക്കെ മാറ്റാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കൊരു മൊബൈൽ ഹോൾഡർ അഡീഷണൽ വെക്കേണ്ടെന്നുണ്ടെങ്കിൽ ടാങ്ക് ബാഗിൽ ഫോൺ വെക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഈ മൊബൈൽ ഹോൾഡർ വെച്ചാൽ അത് ചെറിയ കുഴപ്പമെന്ന് വെച്ചാൽ വൈബ്രേഷനൊക്കെ അടിച്ചിട്ട് ചിലപ്പോൾ ക്യാമറയുടെ OIS കേടാവുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഫോൺ വെച്ച് കഴിഞ്ഞാൽ അവോയ്ഡ് ആവും. ഇവിടെയും ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, പേഴ്സോ കാര്യങ്ങളോ അതൊക്കെ ഇവിടെയും വെക്കാൻ പറ്റും. പിന്നെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ സൈഡിൽ 1, 2 സൈഡ് പോക്കറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ സൈഡ് പോക്കറ്റിൽ ഞാൻ എപ്പോഴും ഇതിൻ്റെ റെയിൻ കവറാണ് വെക്കാറ്. ഓൾറെഡി ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് വെള്ളം അങ്ങനെ അകത്തോട്ട് കയറില്ല, പക്ഷെ നല്ല മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം കയറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവരൊരു റെയിൻ കവർ കൊടുത്തിരിക്കുന്നത്. റൈനോക്സ് തന്നെ കൊടുത്തിരിക്കുന്ന കവറാണ്. ഇത് നേരെ ഇതിൻ്റെ മേലോട്ട് നമുക്ക് വലിച്ചിട്ടാൽ മതി. കണ്ടില്ലേ, ഇങ്ങനെ അത് മേലോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ
പിന്നെ മഴയൊന്നും ഒരിക്കലും കൊള്ളത്തില്ല. എത്ര മഴയാണെങ്കിലും വെള്ളം അതോട്ട് കയറത്തു പോലില്ല. ഞാൻ ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു 1 ഡേ റൈഡൊക്കെയാണ് അല്ലെങ്കിൽ ഒരു നൈറ്റ് സ്റ്റേ ഉള്ള റൈഡൊക്കെ ആണെങ്കിൽ പൊതുവേ ഞാൻ ഈ ടാങ്ക് ബാഗ് മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. കാരണം അതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം കൊള്ളുകയും ചെയ്യും. പിന്നെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പേടിയൊന്നും വേണ്ട. നമ്മുടെ തോളിൽ വേറെ ബാഗോ കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പം തോളൊക്കെ ഫ്രീ ആയിരിക്കും. ഫുൾ സാധനം ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ ലഗേജ് കൊണ്ടുപോകുന്ന സമയത്ത് ഞാനെപ്പോഴും ഫോളോ ചെയ്യുന്ന റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ ദേഹത്ത് ലഗേജ് ഒന്നും ക്യാരി ചെയ്യാതിരിക്കുക. അപ്പോൾ ബാഗ് ഇട്ട് പോകുന്നതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബാഗ് ആണെങ്കിൽ പോലും കുറേ ദൂരം ഓടിച്ച് കഴിയുമ്പോൾ തോൾ എന്തായാലും വേദന എടുക്കും, ചെറുതായിട്ടെങ്കിലും വേദന എടുക്കും. വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ദേഹം എപ്പോഴും ഫ്രീ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും വണ്ടി ഓടിക്കാൻ. ആൻഡ് ആ ട്രിപ്പ് കുറച്ചുകൂടെ എൻജോയബിൾ ആവും. ഒരു ചെറിയൊരു ബാഗ് ഇട്ട് പോകേണ്ട ട്രിപ്പൊക്കെ ആണെങ്കിൽ ആ ബാഗിന് പറഞ്ഞ് ഞാൻ ടാങ്ക് ബാഗാണ് ഉപയോഗിക്കുന്നത്. തുണിയൊക്കെ വെച്ച് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ റീഅറ്റാച്ച് ചെയ്യാം. ഇതിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കാം, നേരെ അകത്തോട്ട് നമുക്ക് വെക്കാം, ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാം. ആൻഡ് നമുക്കൊന്നെങ്കിൽ ഇതേ ഇവിടെ പിടിച്ചുകൊണ്ട് കൊണ്ടു നടക്കാം. ഇനി നല്ല വെയിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം, ഇത് വളരെ യൂസ്ഫുൾ ആയൊരു സാധനമാണ്. ഈ ഒരു ഭാഗം എടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഒരു സ്ട്രാപ്പ് വരും. ഇത് നേരെ എടുത്ത് സിമ്പിളാണ്, ഇത് ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക. ഇത് ഇവിടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ഒരു ബാഗ് പോലെയായി. കണ്ടില്ലേ, ജസ്റ്റ് ഒരു നല്ല ബാഗായി. ഇത് നേരെ എടുത്ത് തോളത്തിടാനുള്ള കാര്യമുള്ളൂ. നമുക്കിപ്പോൾ തോളത്തിട്ടുകൊണ്ട് ഒരു ബാഗ് ഇട്ടുകൊണ്ട് പോകുന്ന പോലെ പോകാം. അപ്പോൾ ഞാൻ എൻ്റെ ലഗേജ് സെറ്റപ്പിലേക്ക് ഏറ്റവും ആദ്യം മേടിച്ച സാധനം ഇതാണ്. വളരെ യൂസ്ഫുൾ ആയ സാധനമാണ്. നിങ്ങളിപ്പോൾ ഒന്നും മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു ടാങ്ക് ബാഗ് പോയി ആദ്യം മേടിക്കുക. കാരണം ടാങ്ക് ബാഗ് പോലെ യൂസ്ഫുൾ ആയ ഒരു ആക്സസറി, വണ്ടിയിൽ ലഗേജ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആക്സസറി വേറെ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു നെറ്റ് ഉണ്ടല്ലോ, ഈ നെറ്റും ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പം ഗ്ലൗസ് ഇട്ട് പോകുന്ന സമയത്ത്, ട്രിപ്പ് പോകുമ്പോൾ മിക്കവാറും കൈ ഗ്ലൗസ് കാണുമല്ലോ, ഗ്ലൗസ് ഇട്ട് പോകുന്ന സമയത്ത് എവിടെയെങ്കിലൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഗ്ലൗസ് നേരെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചാൽ മതി, നല്ലോണം ഇരുന്നോളും. ഇതും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതാണ് നമ്മുടെ ടാങ്ക് ബാഗിൻ്റെ കാര്യം. ഇനി നമ്മുടെ അടുത്ത ആക്സസറിയിലേക്ക് വരാം. അതാണ് ഈ ഒരു ടോപ്പ് ബോക്സ്. നമ്മുടെ ടാങ്ക് ബാഗ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഒരു ടോപ്പ് ബോക്സ്. അപ്പോൾ ഇത് മേടിക്കാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു 2 to 3 days ഒക്കെ ഉള്ള ട്രിപ്പൊക്കെ, 2 നൈറ്റൊക്കെ സ്റ്റേ ഉള്ള ട്രിപ്പാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടാങ്ക് ബാഗിൽ മാത്രം കൊള്ളുന്ന അത്ര ലഗേജ് ആയിരിക്കില്ല. പ്രത്യേകിച്ച് 2 പേരുണ്ടെങ്കിൽ, പിന്നീടൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ടാങ്ക് ബാഗിൽ ലഗേജ് എല്ലാം കൂടെ കൊള്ളില്ല. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ കുറച്ചുകൂടെ ലഗേജ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ വേണമായിരുന്നു. ആ സമയത്ത് വന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് ഒരു ബാഗ് മേടിച്ചിട്ട് പുറകിൽ കെട്ടി വെക്കാം. പക്ഷേ ഹിമാലയൻ്റെ ബാക്ക് പ്ലേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ചെറിയൊരു പ്ലേറ്റ് ആണ്. അപ്പോൾ അതിലൊരു വലിയ ബാഗൊന്നും വെക്കാൻ പറ്റില്ല. ഒരു ലിമിറ്റ് ഉണ്ട്, നമുക്ക് ഒരു സൈസ് ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് വലിയൊരു ബാഗൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ ബാഗ് കെട്ടി വെക്കുവാണെങ്കിൽ അതിൻ്റെ മുകളിൽ പിന്നെ വേറെ കവർ ഇടണം. മഴ അകത്തോട്ട് കയറാതിരിക്കാനുള്ള കാര്യങ്ങളും സാധനങ്ങളൊക്കെ നമ്മൾ നോക്കണം. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം മൊത്തം സോൾവ് ആവും. അപ്പോൾ ഇതെന്താ ഞാൻ കാണിച്ചാൽ, ഞാൻ ടോപ്പ് ബോക്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. ഈ ലോക്കിംഗ് മെക്കാനിസം വഴി ഇത് പൂട്ടിയിരിക്കുകയാണ്. ഇതിപ്പോൾ ആർക്കും എടുത്തുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല, ഫുള്ള് ലോക്കായിരിക്കുകയാണ്. എങ്ങനെ ലോക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നേരെ ലോക്കിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ആൻഡ് ഓപ്പൺ. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇത്രയും ഒരു വലിയ വോളിയം വരുന്നുണ്ട്. ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 45 ലിറ്റേഴ്സാണ്. 45 ലിറ്റർ വോളിയം ഉണ്ട് ഇതിനുള്ളിൽ. അതായത് ഈ കാണുന്ന ഏരിയയും കൂടെ അല്ല, അടച്ചു വെച്ച് കഴിയുമ്പോൾ ഈ ഒരു സ്പേസും കൂടെ നമുക്ക് ലഗേജ് വെക്കാൻ യൂസ് ചെയ്യാം. അതായത് ഇത്രയും പൊക്കത്തി വെച്ചാലും സാധനം അതിൻ്റെ തിരുന്നോളും. അപ്പോൾ 45 ലിറ്റേഴ്സാണ് ഈ ടോപ്പ് ബോക്സിൻ്റെ മൊത്തം വോളിയം എന്ന് പറയുന്നത്. ഇത് ഞാൻ മേടിച്ചത് നമ്മുടെ ബാൻഡോസ് പിറ്റ് സ്റ്റോപ്പിൽ നിന്നാണ്. അവരുടെ JB റേസിംഗ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. പക്ഷേ ഈ ഒരു മോഡൽ നമ്മുടെ JB റേസിങ്ങിന് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ASG എന്ന് പറയുന്ന ബ്രാൻഡിനും ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള മോഡൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. എന്നിട്ട് പല കമ്പനികൾ റീബ്രാൻഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ASGയുടെ ആണ് ഞാൻ ആദ്യം നോക്കിയിരുന്നത്. പക്ഷേ ബാൻഡോസ് ചെന്നപ്പോൾ അവരുടേതായ ബ്രാൻഡായ JB റേസിങ്ങിന് തന്നെ സെയിം മോഡൽ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ അതെന്തായാലും മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് 6000 ആണ്, 5900 റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ അത് മാത്രമല്ല നമ്മുടെ കോസ്റ്റ്. ഇത് വെക്കണമെങ്കിൽ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഡീഷണൽ പ്ലേറ്റും കൂടെ ഉണ്ട്. ഇത് വെക്കാതെ നമുക്ക് നേരെ ഹിമാലയൻ്റെ കാരിയറിൽ വെക്കാം. പക്ഷേ കുറച്ചുകൂടെ സ്റ്റേഡി ആയിരിക്കുന്നത് ഈ 2 പ്ലേറ്റും കൂടെ വെച്ചാലാണ്. ഹിമാലയൻ്റെ കാരിയർ ചെറുതായത് കാരണം ചിലപ്പോൾ സാധനം പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഈ പ്ലേറ്റ്സ് വെച്ചിട്ട് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7000 റേഞ്ചിലായിരിക്കും നമ്മൾ ഈ ഒരു ടോപ്പ് ബോക്സും പ്ലേറ്റ്സും എല്ലാം കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിക്ക് ആവുന്നത്. നമ്മളിത് ഊരി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പ്ലേസ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ബാഗ് കെട്ടി വെക്കാൻ ഉപയോഗിക്കാം. കാരണം കുറച്ചുകൂടെ വലിയൊരു സർഫസ് ഏരിയ നമുക്ക് കിട്ടും. പിന്നെ നല്ലോണം നമ്മൾ ലഗേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരു 100 km/h അടിയിൽ ഓടിക്കാനൊക്കെ പറയും. കാരണം ഇല്ലെങ്കിൽ ചിലപ്പം അത്ര സ്റ്റേബിൾ ആയിരിക്കില്ല, പൊട്ടിപ്പോകാനൊക്കെ സാധ്യത ഉണ്ടെന്ന് പറയും. 100 km പോയാലും കുഴപ്പമൊന്നുമില്ല, ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. അപ്പം ഇത് അടയ്ക്കണമെങ്കിൽ നേരെ ഇങ്ങനെ അടയ്ക്കുന്നു, ഇതിങ്ങോട്ട് വെക്കുന്നു, ലോക്ക് ചെയ്യുന്നു. ഇനി ഈ സാധനം ഇളകിയൊന്നും വരില്ല. പിന്നെ നമുക്ക് ഇത് ഊരണമെങ്കിൽ അതും കൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ എപ്പോഴും ഞാൻ വണ്ടിയിൽ വെക്കാറില്ല, ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഞാൻ വെക്കാറുള്ളൂ. കാരണം ലോക്കൽ ഓട്ടത്തിനൊക്കെ പോകുമ്പോൾ ഇത് വെച്ചുകൊണ്ട് പോകുന്ന രസം തോന്നുന്നില്ല. നമുക്ക് ലഗേജ് ക്യാരി ചെയ്യാൻ വേണ്ടി ലോക്കൽ ഓട്ടത്തിൽ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ പൊതുവേ ലോക്കൽ ഓട്ടത്തിന് ഇത് ഊരി വെക്കും. ഊരി വെക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പുഷ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. ആ ബട്ടൺ ഞെക്കുക ആൻഡ് ഇങ്ങനെ പൊക്കുക, പുറത്തേക്ക് സ്ലൈഡ് ചെയ്യുക, സാധനം കഴിഞ്ഞു. ഇതിപ്പോൾ അതെ സാധനം എൻ്റെ കയ്യിൽ വന്നു. തീരെ വെയിറ്റ് ഇല്ല, ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് തുറന്നു പോയത്. ഇവിടെ ലഗേജ് പ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ
അതെ, ഈ ഒരു പ്ലേറ്റാണ് നമ്മൾ അഡീഷണലി വെക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഇത് നമ്മുടെ ടോപ്പ് ബോക്സിൻ്റെ കൂടെ വരുന്നതാണ്. ഇതിന് എക്സ്ട്രാ റേറ്റ് ഒന്നും ഇല്ല, പക്ഷേ അടിയിലിരിക്കുന്ന പ്ലേറ്റ് എക്സ്ട്രാ മേടിച്ച് വെച്ചാണ്. അതിനാണ് ഈ പറയുന്ന 1500 രൂപ റേഞ്ച് വരുന്നത്. അതും നമ്മുടെ ബാൻഡോസിന് തന്നെയാണ് വെച്ചത്. ഈ 2 ബുഷസ് കാണാം. ഇങ്ങോട്ടാണ് ടോപ്പ് ബോക്സിൻ്റെ ഒരു പോർഷൻ കയറ്റി വെക്കുന്നത്. എന്നിട്ട് ഇവിടെയാണ് ലോക്ക് വരുന്നത്. ഇത് ഉരി മാറ്റി കഴിഞ്ഞാൽ വണ്ടി നോർമലായി ഒരു വലിയ കാരിയർ പ്ലേറ്റ് ഉള്ള പോലെ ഇരിക്കത്തുള്ളൂ. ടോപ്പ് ബോക്സ് ഒന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമ്മുടെ അടുത്ത ലഗേജ് സെറ്റപ്പ് കാണിച്ചു തരാം. ഈ ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ വളരെ ഫംഗ്ഷണലായ സെറ്റപ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 ഡേ അല്ലെങ്കിൽ 1 നൈറ്റൊക്കെ സ്റ്റേ ഉള്ള ട്രിപ്സ് ആണെങ്കിൽ ടാങ്ക് ബാഗ് മാത്രം കൊണ്ടുപോകും. അതിനേക്കാളും കൂടുതൽ ഡേയ്സുള്ള ട്രിപ്പാണെങ്കിൽ നമ്മുടെ ടോപ്പ് ബോക്സും കൊണ്ടുപോകും. ഇത് 3 to 4 days ഒക്കെ ഉള്ള ട്രിപ്പാണ്. പ്രത്യേകിച്ച് നമുക്ക് പില്ലിനൊക്കെ ഉണ്ട്, 2 പേരുടെ ലഗേജൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിക്കും. ഇത് ഞാൻ 3ാമതായിട്ട് മേടിച്ചൊരു അക്സറിയാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഞാൻ മേടിച്ച ഓർഡറിലും കൂടാണ്. കാരണം എൻ്റെ ഓരോരോ യൂസ് അനുസരിച്ച് ഞാൻ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ചെറിയൊരു സാധനം മേടിച്ചു, പിന്നെ കുറച്ചുകൂടെ വലിയ റൈഡിന് പോകാൻ പറ്റുന്നൊരു സാധനം മേടിച്ചു. പിന്നെ ഇതിനേക്കാളും ലഗേജ് കൊണ്ടുപോകണം, കുറച്ചധികം വലിയ റൈഡാണെങ്കിൽ എന്ത് മേടിക്കുമെന്ന രീതിയിലാണ് ഈ ഒരു സാഡൽ ബാഗ്സ് മേടിച്ചത്. ഈ ഒരു സാഡൽ ബാഗ് എന്ന് പറയുന്നത് നമ്മുടെ വിയറ്ററ എന്ന് പറയുന്ന കമ്പനിയുടെ കോണ്ടോർ സോളോ എന്ന് പറയുന്ന മോഡലാണ്. അപ്പം ഇതാണ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കും. 2 സൈഡിൽ നമുക്ക് ഇങ്ങനെ സാഡൽ ബാഗ്സ് കാണാൻ പറ്റും. അപ്പോൾ ഈ സാഡൽ ബാഗ് വെക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, നമുക്ക് ഇങ്ങനത്തെ ഒരു സാഡിൽ സ്റ്റേ വേണം. ഈ സാഡിൽ സ്റ്റേയുടെ മേളിൽ നമുക്ക് സാഡിൽ ബാഗ് വെക്കാൻ പറ്റുള്ളൂ. സാഡിൽ സ്റ്റേ ഇല്ല നമ്മൾ സാഡിൽ ബാഗ് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ബാഗ്സ് രണ്ടും അകത്തേക്ക് പോകും. ഈ സൈഡിലാണെങ്കിൽ സൈലൻസറിൽ വന്ന് ബാഗ് കെട്ടും, ഈ സൈഡിലാണെങ്കിൽ ഉള്ളിലേക്ക് പോകും. അതായത് വീലിൻ്റെ അകത്തോട്ട് പോകാൻ സാധ്യതയുണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാഡിൽ സ്റ്റേ വെക്കുന്നത്. അതിൻ്റെ മേളിലായിരിക്കും ഈ ഒരു സാഡിൽ ബാഗ്സ് രണ്ടും 2 സൈഡിലേക്ക് വെക്കുന്നത്. ഈ ഒരു സാഡിൽ ബാഗ് മിക്ക സാഡിൽ ബാഗ്സും പോലെ ഒരു 3 point ആങ്കറിങ് സിസ്റ്റമാണ്. നോക്കിക്കഴിഞ്ഞാൽ നടുക്ക് ഈ 2 സാഡിൽ ബാഗ്സിന് കണക്ട് ചെയ്യുന്നൊരു സ്ട്രാപ്പുണ്ട്. ആൻഡ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2 അറ്റത്തും ഇവിടുന്ന് ഇങ്ങനെ വരുന്നൊരു സ്ട്രാപ്പുണ്ട്. ഇത് നേരെ വന്ന് നമ്മുടെ ഫൂട്ട് റെസ്റ്റ്, പില്ലിൻ ഫൂട്ട് റെസ്റ്റിൻ്റെ അകത്തേക്ക് നമ്മളിങ്ങനെ കയറ്റിയിടും. ഇങ്ങനെ ഉരിയെടുക്കാൻ കാണിച്ചു തരാം. നേരെ ഉരിയെടുക്കാം. പക്ഷെ നമ്മൾ ഈ ലൂപ്പ് നേരെ ഈ ഫൂട്ട് റെസ്റ്റിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കും. അപ്പം അവിടെ ഒരു സെക്യൂർ ഹോൾഡ് ആയില്ല. അപ്പോൾ പുറകോട്ടൊന്നും പോകില്ല. പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വലിഞ്ഞ് ചെയ്യുന്നോളും. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലുണ്ട്. ആൻഡ് ബാക്കിൽ ഈ 2 സൈഡിലെ ബാഗ് കണക്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു സ്ട്രാപ്പും കൂടെ ഉണ്ട്. ഇതിപ്പോൾ ഇതുവഴി എടുത്ത് ഈ ഒരു സ്ട്രാപ്പിൽ കയറ്റി ലോക്ക് ചെയ്ത് വെക്കുക ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെയും ഒരു സെക്യൂർ ഹോൾഡ് വരുന്നുണ്ട്. ഒരിക്കലും തെറിച്ച് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ബാക്കിൽ ഒരു ഹോൾഡ് വരുന്നുണ്ട്, ആൻഡ് ഫൂട്ട് റെസ്റ്റിന് അവിടെ ഒരു ഹോൾഡ് വരുന്നുണ്ട്, പിന്നെ നടുക്ക് ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സാഡൽ ബാഗ്സ് വെക്കുമ്പോൾ എല്ലാവർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ് പില്ലൻ ഇരിക്കുമ്പോഴത്തേക്കിനും പ്രശ്നമുണ്ടോയെന്ന്. പില്ലൻ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം പില്ലൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇരിക്കുന്ന സീറ്റിൽ ഈ 2 സ്ട്രാപ്സ് ഉണ്ട്. അത് നമുക്ക് അറിയത്ത് പോലും ഇരിക്കുന്ന സമയത്ത്. ആൻഡ് പില്ലിൻ്റെ കാല് ഇവിടുന്ന് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതാണ് ഫൂട്ട് റെസ്റ്റ്. പില്ലിൻ്റെ കാല് എപ്പോഴും ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ ഫൂട്ട് റെസ്റ്റിലായിരിക്കും ഇരിക്കുന്നത്. കംഫർട്ടബിളായിട്ട് പില്ലിനിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അകത്ത് നേരെ ഇതാണ് നമുക്ക് ലഗേജ് വെക്കാനുള്ള ഏരിയ. പൊതുവെ പക്ഷേ ലഗേജ് വെക്കുന്നത് ഈ ഒരു ബാഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ അകത്തേക്ക് ലഗേജ് നമ്മൾ വെക്കും. ലഗേജ് വെച്ചിട്ട് നേരെ നമ്മൾ ഇവിടെ വെച്ച് ഇങ്ങനെ അടയ്ക്കും. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ റോൾ ചെയ്യാം. ഇപ്പോൾ ലഗേജ് ചിലപ്പോൾ ഇവിടം വരെ കാണത്തുള്ളൂ, ചിലപ്പോൾ ഇവിടം വരെ കാണും. ലഗേജ് ഇവിടം വരെ ഉണ്ടോ അത്രയും റോൾ ചെയ്യുക. റോൾ ചെയ്തിട്ട് നമ്മൾ ഈ ക്ലിപ്പ് നേരെ ഇങ്ങനെ ഇടും. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കും. ഒരു സാധനം ഇരുന്നോളും. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് വെള്ളം കയറില്ല. ഓൾറെഡി ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ടാങ്ക് ബാഗിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതേ മെറ്റീരിയൽ തന്നെയാണ്. അബ്രാഷൻ റെസിസ്റ്റൻ്റ് ആണ് മെറ്റീരിയൽ. അതായത് റോഡിൽ ഉറഞ്ഞു കഴിഞ്ഞാലൊക്കെ അത്യാവശ്യം ഉരച്ചിലൊക്കെ എടുക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. സ്ട്രോങ് ആണ്. ആൻഡ് മഴവെള്ളം ഒരുപാടൊന്നും അകത്തേക്ക് കയറില്ല. ഭയങ്കര മഴയായിട്ട് വെള്ളം അകത്ത് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കയറും. ഈ സിപ്പിൻ്റെ പോർഷനൊക്കെ വഴി വേണേൽ കയറാം. അപ്പോൾ അങ്ങനെ കയറുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ലഗേജ് നനയാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബാഗ്. ഈ ഒരു ബാഗുള്ള കാരണം ഒരു കാരണവശാലും നമ്മുടെ ലഗേജ് നനയോ പ്രശ്നമൊന്നുമില്ല. ഈ മഴയത്ത് പോകുന്നതാണ് നമ്മൾ ബൈക്കിൽ ലഗേജ് കൊണ്ടുപോകുമ്പോഴത്തേക്കിനും ഏറ്റവും കൺസേണിങ് ആയ കാര്യം. മഴയത്ത് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ ലഗേജ് നനയാൻ പാടില്ല. തുണിയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പ് പോകുന്നതൊക്കെ വേസ്റ്റായി പോകും. ഈ മൊത്തം ലഗേജ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മഴ നനയാൻ പാടില്ല എന്നൊരു കാര്യം വെച്ചാണ് മൊത്തം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ നെറ്റ് കാണാം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഈ നെറ്റിൻ്റെ അകത്ത് വെക്കാം. ഇതിൻ്റെ മേളിൽ ഇങ്ങനത്തെ ഒരു EBC നെറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് നേരത്തെ പോലെ നമ്മുടെ ഗ്ലൗസോ കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ ഇങ്ങനത്തെ ഒരു സൈഡ് പോക്കറ്റ് ഉണ്ട്. ഇതിനകത്തും കാര്യങ്ങൾ വെക്കാം. സൈഡ് പോക്കറ്റിൻ്റെ അകത്ത് ഇതിൻ്റെ റെയിൻ കവർ ഉണ്ട്. വളരെ കഠിനമായ മഴയാണ്. ഞാൻ പറഞ്ഞു അകത്തിരിക്കുന്ന സാധനം നനയത്തില്ല എന്ന്. പക്ഷേ ഭയങ്കര മഴയായിട്ട് ഒരു കൺസേൺ ഉണ്ട്, നനയോ ഇല്ലയോ എന്ന്. അങ്ങനെയുള്ള കേസിലാണെങ്കിൽ ഒരു തുള്ളി പോലും നനയണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെയിൻ കവർ, ഇത് വിയറ്ററ തന്നെ തരുന്ന റെയിൻ കവറാണ്, ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ വരും. ഈ ഒരു റെയിൻ കവർ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം. ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സാധനം അവിടെ ഇരുന്നോളും. ഒരു കാരണവശാലും നമ്മുടെ സാഡൽ ബാഗ്സ് നനയില്ല, പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഈ റെയിൻ കവർ ഇട്ട് കഴിഞ്ഞാൽ ഇതും സുരക്ഷിതമായിട്ട് ഇരുന്നോളും. ആൻഡ് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബിയറ്ററയുടെ ഒരു ലോഗോ ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ചെറിയ റിഫ്ലക്റ്റീവ് പാനൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഡയമെൻഷൻ അനുസരിച്ച് ഇതൊക്കെ ടൈറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. എല്ലാ സ്ട്രാപ്സും നമുക്ക് ടൈറ്റ് ചെയ്യാം, ഫുള്ള് ഊരി മാറ്റാം. സെറ്റപ്പ് ഒരു സാധനമാണ്. ഞാൻ റൈനോക്സിൻ്റെ സാഡൽ ബാഗ്സ് നോക്കിയായിരുന്നു. അന്ന് ഞാൻ നോക്കിപ്പോയ സമയത്ത് റൈനോക്സിൻ്റെ മോഡലിനേക്കാളും അന്നത്തെ അവൈലബിലിറ്റി വെച്ചിട്ട് ബെറ്റർ ഈ ഒരു ബിയറ്ററയുടെ കോണ്ടർ സോളോ ആയിരുന്നു. പിന്നെ നമ്മുടെ ടാങ്ക് ബാഗിൻ്റെ കാര്യം പറഞ്ഞ
പോലെ തന്നെ ഈ ഒരു സാഡിൽ ബാഗ്സിൻ്റെ ഷേപ്പ് റിട്ടൈൻ ചെയ്യും. അതായത് ഷേപ്പ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. സാധനം അകത്തൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ ഇരുന്നോളൂ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് ഒരു ലഗേജ് ഒന്നും ഇല്ല, എംപ്റ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ സാഡിൽ ബാഗ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും വെയിറ്റ് മാക്സിമം ഈക്വൽ ആക്കി വെക്കാൻ നോക്കുക. ഈ ഒരു സാഡിൽ ബാഗ്സിന് റേറ്റ് എന്ന് പറയുന്നത് 4500 റുപ്പീസാണ്. വിയറ്ററയുടെ കോണ്ടോർ സോളോ എന്നാണ് ഈ മോഡലിൻ്റെ പേര്. അപ്പം അതാണ് എൻ്റെ ഫുൾ ലഗേജ് സെറ്റപ്പ്. ഞാൻ പറഞ്ഞ വളരെ മിനിമലാണ്, വളരെ ആഡംബരമായ സെറ്റപ്പ് ഒന്നുമല്ല. മിനിമൽ ആൻഡ് നമുക്ക് കോസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ അധികം എക്സ്പെൻസീവ് അല്ലാത്തൊരു രീതിയിലാണ് ഈ ഒരു ലഗേജ് മൊത്തം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ പേര് ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം കണ്ടത് ഇവിടെ ഒരു ചെറിയ ബാഗൊക്കെ വെക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ബാഗ് വെച്ച് രണ്ട് സൈഡിലും കിട്ടും. നമ്മുടെ ഡിക്കാത്ലോണൊക്കെ കിട്ടും. ആ ഒരു ബാഗ് വെച്ചാൽ കുറച്ചുകൂടെ നമുക്ക് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആ ബാഗ്സിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വണ്ടി ഇപ്പോൾ ഹിമാലയൻ അല്ലാന്നുണ്ടെങ്കിൽ പോലും ഒരു ടാങ്ക് ബാഗ് നിങ്ങൾക്ക് എന്തായാലും ഉപയോഗിക്കാൻ പറ്റും. മെറ്റാലിക് ടാങ്ക് അല്ലാന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സ്ട്രാപ്പ് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കുന്ന കുറേ പേര് എനിക്കറിയാം, ഒരു കുഴപ്പമില്ലാതെ തന്നെ അവർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ മിക്ക വണ്ടികൾക്ക് നമുക്ക് സാഡിൽ സ്റ്റേ വെക്കാം. സാഡിൽ സ്റ്റേ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാഡിൽ ബാഗ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ടോപ്പ് ബോക്സിൻ്റെ കാര്യം, ബാക്ക് സൈഡ് പൊങ്ങിയിരിക്കുന്ന വണ്ടികളാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ടോപ്പ് ബോക്സ് വെക്കാനായിട്ട്. എന്നാലും അതിലും വെക്കുന്നവരുണ്ട്. ചിലപ്പോൾ ഇത്രയും വലിയ വോളിയുള്ള ടോപ്പ് ബോക്സ് വെക്കാൻ പറ്റില്ല, ചെറിയൊരു ടോപ്പ് ബോക്സ് ഒക്കെ വെക്കാൻ പറ്റും. സോ അതാണ് നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ. ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ്, പക്ഷേ ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്തായാലും ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഡൗട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ എപ്പോഴത്തേം പോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അവിടെ വന്ന് മെസ്സേജ് ചെയ്താലും മതി, എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ അത്രയൊക്കെ ഇന്നത്തെ വീഡിയോ. എപ്പോഴത്തേം പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലിലെ ബാക്കി വീഡിയോസ് കണ്ടു നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് കൺസിഡർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു സൂൺ.